നമ്മളെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. ഒരു ലോക പ്രശസ്തനായ ഒരു സുവിശേഷകനുണ്ടായി. അദ്ദേഹം തന്റെ കുറിപ്പിൽ എഴുതിയ ഒരു സംഭവം ഞാൻ ആരംഭമായി ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിശുദ്ധ വചനത്തിലൂടെ മുൻപോട്ട് നീക്കുവാനായിട്ട് ആഗ്രഹിക്കുക. യൂറോപ്യൻ രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, യൂറോപ്യൻ രാജ്യത്ത് നടന്ന സംഭവമായതുകൊണ്ട് നമുക്കെന്നാ. പണ്ട് പഴയ ഒരു സുവിശേഷകൻ ഇങ്ങനെ ഓർപ്പിക്കുമായിരുന്നു, കോരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. അപ്പൊ അവിടെ കൂടിയ ജനങ്ങൾ പറഞ്ഞു, കോരിന്ത്യർക്ക് ലേഖനം എഴുതിയാൽ ഞങ്ങൾക്ക് എന്നാ. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ ലേഖനങ്ങളിലൂടെയും വചനങ്ങളിലൂടെയും ലോകം മുഴുവൻ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെന്നോടാണെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്വന്തം ഒരു പിതാവുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായി അവിടെ യൂറോപ്യൻ രാജ്യത്തെ ബാറിൽ കടന്നു പോകുന്ന ഒരു പിതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. അവനല്പം പ്രായമായപ്പോൾ ഈ പിതാവ് നടന്നു പോകുന്ന കാൽപാദത്തിലൂടെ അവൻ മുൻപോട്ട് പോകുമായിരുന്നു. എവിടെയാണ് ഈ പിതാവ് പോകുന്നതെന്ന് അറിയാൻ. പലപ്പോഴും അവൻ ആ ശ്രമം പരാജയപ്പെടുത്തി അവനെ മടക്കി വീട്ടിലേക്ക് വന്നു. വീണ്ടും ഒരു ദിവസം ഇവൻ അവിടെ എത്തപ്പെട്ടു. നോക്കിയപ്പോൾ പിതാവിനെ അവൻ മുഖാമുഖം കാണുകയാണ്. പിതാവ് ചോദിച്ചു, മകനെ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഉടനെ ആ മകൻ പറയുകയാണ്, എന്താണെന്നറിയാമോ, അങ്ങയുടെ മഞ്ഞിൽ പതിഞ്ഞ പാദങ്ങളിലൂടെ ഞാൻ നടന്ന് ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ ഇതാ ഈ ബാറിൽ എത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അവിടെ ഇങ്ങനെ കുറിച്ചിട്ടു, ഒരു ആപ്പിൾ വൃക്ഷത്തിൽ നിന്ന് ആപ്പിൾ വീണാൽ ആ വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന ആപ്പിളുകൾ ഒരിക്കലും ദൂരെ പോകാറില്ല. എന്നാൽ നേരെ മറിച്ച് ആ ആപ്പിൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്നെ അത് വീഴും. അർത്ഥം മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. പാപത്തിൽ ജീവിക്കുന്ന ഒരു പിതാവും മാതാവുമാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും പാപത്തിൽ തന്നെ വസിക്കുമെന്ന് അദ്ദേഹം അവിടെ കുറിക്കുവാനായിട്ട് ഇടയായിട്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരിക്കൽ ജയിലിൽ താൻ സുവിശേഷം പറയുവാൻ കടന്നേലുമ്പോൾ ആ പിതാവ് തന്നെ ചെങ്ങലകളാൽ ബന്ധിതനായി അവൻ ജയിലിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു വാൻ അവിടെ വന്ന് നിൽക്കുവാനായിട്ട് ഇടയായിച്ചു. ആ വാനിലും കൊലപാതകം അതുപോലെയുള്ള പാപങ്ങൾ ചെയ്ത മനുഷ്യരാണ് ഉള്ളത്. അതിൽ ചെങ്ങല ധരിച്ചവനായ ഒരാളിനെ കണ്ടപ്പോൾ ആ പിതാവിന് ബോധ്യപ്പെട്ടു, ഇതെന്റെ മകനാണല്ലോ. ആ മകൻ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ ചെങ്ങലകളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ ഇതിനാണോ അപ്പൻ എനിക്ക് ജന്മം തന്നതെന്ന് പറയുവാനിടയായി. ഈ സുവിശേഷകൻ കേൾക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മള് നല്ല മക്കളെ ജനിപ്പിച്ചാൽ, അവർക്ക് വിശ്വാസം പകർന്നു കൊടുത്താൽ അവർ വിശ്വാസികളായി തീരും. നേരെ മറിച്ചാണെങ്കിൽ അവർ നിത്യ നരകത്തിനിരയായി തീരുമെന്ന് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അദ്ദേഹം ഇങ്ങനെ കുറിച്ചു, പിതാവ് ആകർഷിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടുന്ന വ്യക്തി ജീവിതങ്ങൾ അവനെ അനുധാവനം ചെയ്താൽ അവരൊരിക്കലും നഷ്ടപ്പെട്ടു പോകയില്ലെന്ന് ആമേൻ അവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായിച്ചു. നമുക്കറിയാം, നമ്മളെല്ലാവരും ആമേൻ യേശുവിനെ അനുധാവനം ചെയ്യുന്നവരാണ്. പൗലോസ്ലീഹ സകലം വിട്ട് യേശുവിനെ അനുധാവനം ചെയ്തു. പൗലോസ്ലീഹയെ അല്ല നമ്മൾ അനുധാവനം ചെയ്യുന്നത്, പിന്നെയോ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്ത യേശുവിനെയാണ്. അവന്റെ പിന്നാലെയാണ് ഞാനും നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് മറന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആമേൻ പരാജയപ്പെടുവാൻ ദൈവം ഇട നൽകുകയില്ല എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗം പ്രസംഗം 11:30 ആയപ്പോഴ് 11:45 ആയപ്പോഴ് ആരംഭിച്ചു. എല്ലാ ആഴ്ചയിലും 11:45 ആകുമ്പോൾ സുശേഷ പ്രസംഗം ആരംഭിക്കുമെന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ കാണുന്ന ആളുകൾ 11:45 മുൻപായിട്ട് കടന്നു വരണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തില് അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു മാതൃക മനുഷ്യനാണ്. അദ്ദേഹം സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു എന്ന് ഞാൻ ഇവിടെ ഓർപ്പിച്ചു.
ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1:21 എങ്ങനെ പറയുന്നു? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമോ. സ്വത്രം നമുക്കങ്ങനെ പറയാൻ കഴിയും. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. ഹല്ലേലൂയ. സ്വത്രം കുറഞ്ഞു പോയല്ലോ. പൗലോസ് പറയട്ടെ, ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഓരോ വിശ്വാസിയും പറയണം, ജീവിക്കുന്നത് ക്രിസ്തുവോ മരിക്കുന്നത് ലാഭമോ. എന്താ പൗലോസ് അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? അതിന്റെ മുകളിലെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി എന്നാൽ കഴിവോളം ഞാൻ വേല ചെയ്യും. അഥവാ ഇനിയും മരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ചേരുമെന്ന് വളരെ വ്യക്തമായി ഫിലിപ്പിയർ 1 അധ്യായത്തിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്, കുറിവാക്യം മാത്രമായി അതെടുത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. എന്തെല്ലാം സമ്മതിച്ചാൽ, എന്തെല്ലാം നേടിയാൽ എല്ലാം വിട്ടച്ചു പോകുന്ന ഒരു ദിവസം. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ നമ്മൾ നേടിയത് ഈ ഭൂമിയിലല്ല, കർത്താവിന് മറ്റുള്ളവരെ നേടിയത്, കർത്താവിന് വേണ്ടി ചെയ്തത് പ്രവൃത്തിയുടെ പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അത് അമർത്തി കുലുക്കി തരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ കൈ വിലപ്പെട്ടിരിക്കാൻ ഈ കർത്താവിനെ നമുക്ക് അനുധാവനം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മളും പറയേണ്ട ഒരു വാക്കമാ, എന്താ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് മരിക്കുന്നത്. ഒരാളോടെങ്കിലും സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, അതിനോട് ചേർന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, നമ്മൾ കണ്ടു എന്താണ് പഴയ നിയമ പ്രവാചകന്മാർ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുമെന്ന് പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവിലൂടെ സംസാരിച്ചത് എല്ലാം നിറവേറി. രണ്ടാമത്, യേശു കർത്താവിന്റെ സാക്ഷ്യം പഴയ നിയമത്തിലെ പ്രവാചകന്മാര് പറഞ്ഞ ആ യേശു ഞാനാണ്, ആ ദൈവപുത്രൻ ഞാനാണെന്ന് തന്റെ സാക്ഷ്യം നമ്മൾ കേൾക്കുവാനിടയായി. മൂന്നാമതായിട്ട് നമുക്കറിയാം, യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ ലോകം എല്ലായിടത്തും കടന്നു ചെന്ന യേശു തന്നെയായിരുന്നു പ്രവാചകന്മാർ പറഞ്ഞതും യേശു പിതാവിൽ നിന്ന് കേട്ടത് സാക്ഷിച്ചതും അത് ഞങ്ങളെ മിശിഹയാണെന്ന് യഹൂദന്മാർ തിരസ്കരിച്ചപ്പോൾ അവര് പറഞ്ഞ് അവരെ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കർത്താവിന്റെ പിന്നാലെ അനുധാവനം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? ആ 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വാക്കുകൾ ഈ പകൽക്കാലം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഫിലിപ്പിയർ 3:21 നമ്മളിങ്ങനെ വായിക്കുന്നു, അവന് നമുക്ക് മഹത്വമുള്ള ഒരു ശരീരം നമുക്ക് തരും. ഫിലിപ്പിയർ 3:21 മഹത്വമുള്ള ഒരു ശരീരം നമുക്ക് തരും. വായിച്ചു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ, കണ്ടോ, കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ നോക്കിയേ, എനിക്കും നിങ്ങൾക്കും നമ്മളിങ്ങനെ ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഈ കാലാവസ്ഥ പോലും നമുക്ക് ഇന്ന് അനുകൂലമാക്കി തന്ന് നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവുകയും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിനക്ക് മഹത്വമുള്ള ഒരു ശരീരം ലഭിക്കും. അത് എപ്പോഴാണ് ലഭിക്കുന്ന പറയുന്നത്? അവിടെ ഇങ്ങനെ പറയുകയാണ്, അവൻ സകലം എന്ന് പറഞ്ഞ കർത്താവിന് കീഴ്പ്പെടാത്തതായിട്ടൊന്നുമില്ല. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണേ. വചനങ്ങൾ വരുമ്പോ ഞാൻ സ്വയമായി പറയുന്നതല്ല, ആത്മാവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നതാ. അപ്പൊ നമ്മൾ ഓർക്കണം, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഈ പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുമ്പോൾ നമ്മുടെ മിശിഹ അവിടെ ഉണ്ടായിരുന്നു. അവൻ അനാദിനാഥനായ യേശു. ഹല്ലേലൂയ. അപ്പൊ അവന് എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ മഹത്വം, നമുക്കൊരു മഹത്വമുള്ള ശരീരം നൽകാനാ. എന്നിട്ട് പറയുക, അവന് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തിയുണ്ട്. അടുത്ത വാക്യം പ്രത്യേകം നമ്മൾ ഓരോരുത്തരുടെയും താഴ്ചയുള്ള ശരീരവും
കണ്ടോ? നമ്മുടെ എന്തെങ്കിലുള്ള ശരീരമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് അവയെ താഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ബലഹീനതയുള്ള ശരീരമാ, പോരായ്മയുള്ള ശരീരമാ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്ന അനുഭവം നമുക്കുണ്ടാകാം. എന്നാൽ നീ കർത്താവിനെ പിൻപറ്റുകയാണെങ്കിൽ നിന്റെ താഴ്ചയുള്ള ശരീരത്തെ അവിടെ പറയുകയാണ് തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടും. അപ്പൊ കർത്താവിന്റെ 33 തിരുവയസ്സിലെ ശരീരമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ. അപ്പൊ 70 വയസ്സുള്ള എനിക്ക് ലഭിക്കാൻ പോകുന്നത് കർത്താവിന്റെ 33 തിരുവയസ്സിലെ ആ മഹത്വമുള്ള ശരീരമാ. സ്വത്രം. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയ പ്രത്യാശയോടിതാ സമയമില്ലല്ലോ. ആമേൻ. പ്രത്യാശയുള്ള ദൈവമല്ല ഒരുക്കിയിട്ടുള്ള ശരീരത്തെ കുറിച്ച് വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മളോട് സാക്ഷിക്കുകയാ. എന്റെയും നിങ്ങളുടെയും താഴ്ചയുള്ള ശരീരത്തെ അവന് തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് സ്വർഗത്തിലായിരുന്നു. അവിടുന്ന് ഭൂമിയിൽ ബേത്ലഹേമിൽ അവൻ പിറന്നു. അവിടുന്ന് നേരെ കാൽവരിയിലേക്ക് അവൻ പ്രവേശിച്ചു. ആമേൻ. കാൽവരിയിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40-ാം നാൾ സ്വർഗ്ഗാരോഹണം ചെയ്തു. അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. കർത്താവിന്റെ ജോലി തീർന്നില്ല. എന്റെ യേശുവിന്റെ ജോലി തീർന്നില്ല പ്രിയമക്കളെ. കർത്താവിന്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ ജോലി തീർന്നിട്ടില്ല. ഇനി പിതാവ് പറയും, നീ പോയി നിന്റെ രക്തം എടുത്തു വിലയ്ക്ക് വാങ്ങിയ ജനത്തെ കൂട്ടി വരുത്തുവിനെന്ന് പറയുമ്പോൾ അവൻ മധ്യാകാശത്ത് വരും. അവനെ കൂട്ടി വരുത്തിയ ശേഷം പിതാവിന്റെ അടുക്കൽ നമ്മളെ ആക്കിയ ശേഷവും കർത്താവിന്റെ ജോലി തീരുന്നില്ല. തുടർന്നുള്ളത് ഞാൻ പിന്നീട് ഓർപ്പിക്കുക. അപ്പോ തന്റെ ഒന്നാമത്തെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ ദൈവജനത്തെ ആമേ സ്വർഗത്തിൽ ചേർത്ത ശേഷം പിന്നീട് നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ ആ ഭാഗമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ഇന്ന് നമ്മുടെ ശരീരം, ഇന്നുള്ള ശരീരം അത് താഴ്ചയുള്ള ശരീരമാണ്. അത് ആമേ താഴ്ച ഭവിച്ച ശരീരമെന്നാണ് ആമേ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. അത് ചുളുക്കമുള്ളതാണ് അല്ലെ? പ്രായമാകുമ്പോൾ ചുളുക്കല്ലേ? അതോ എന്ന് ഇങ്ങനെ തന്നെ സ്വതന്ത്രം. എന്നിട്ട് പറയുകയാണ് അത് പാടുകളുള്ളതാണ്. ശരീരത്തിൽ എവിടെല്ലാം നോക്കിയാ ചൊറിഞ്ഞ പാടുകളൊക്കെ കാണാം അല്ലേ? പാടുകളുള്ളതാണ്. ദൈവത്തിന്റെ സ്വതന്ത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രായത്തിലാകുമ്പോൾ ആമേൻ കഷ്ടതയുണ്ടാകും, രോഗമുണ്ടാകും, മരണമുണ്ടാകും. ഇതെല്ലാം ഈ ശരീരത്തിന് ബാധകമാണ്. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നമുക്ക് ബാധകമാണ്. എന്നാൽ നമ്മളൊരു കാര്യം മറക്കരുത്. അപ്പോസ്തലൻ പൗലോസ് തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും പറയുക, നിങ്ങൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത് എന്തിനാണെന്ന് വേണ്ടിയാണെന്നറിയാമോ? എന്നാൽ പാപത്തോട് പോരാടി സ്വർഗീയ പൗരന്മാരാകുമ്പോൾ ഒരു കൂട്ടർ ലോക സുഖങ്ങൾ വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങും. നമുക്ക് ലഭിക്കുന്നത് താൽക്കാലികമായ സന്തോഷം മാത്രമാണ്. എല്ലാ പാപത്തിൽ നിന്നും ലഭിക്കുന്നത് അല്ലേ? നിത്യമായി നിൽക്കുന്ന ഒരു സന്തോഷവും നമ്മുടെ ജീവിതത്തിലില്ല. അപ്പൊ പൗലോസിനറിയാം, ആമേൻ, പാപത്തോട് പോരാടിക്കൊണ്ട് ആമേൻ സ്വർഗീയ പൗരന്മാർ. അതെ, ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. വിശദീകരിക്കാൻ സമയമില്ല, ടൈം വേഗത്തിൽ പോവാൻ. അപ്പൊ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ ഉറപ്പ് ലഭിച്ച ദൈവവേദനെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ പാപത്തോട് പോരാടുകയാണ്. അതുകൊണ്ട് എന്നെ അനുധാവനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് ലോകത്തിൽ പാപത്തോട് പോരാടിക്കൊണ്ടിരിക്കുക. കാണുമെന്നറിയാമോ? അവരുടെ ഉള്ളത്തിൽ ഒരു ഉറപ്പുണ്ട്, ഞങ്ങൾ സ്വർഗീയ പൗരന്മാർ. ആണോ? ആണല്ലേ പറയുന്നത്?
അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ ഒരു സംഭവം ഉണ്ടല്ലോ, എന്നാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും അല്ലേ, റബ്ബറിനെ പോലെ അവിടോട്ടും വഴങ്ങും ഇങ്ങോട്ടും വഴങ്ങും. അങ്ങനെ നമ്മള് അങ്ങനെയല്ല, നമ്മൾ സ്വർഗീയ പൗരന്മാരാ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ അദ്ദേഹം പറഞ്ഞു, മറ്റൊരു കൂട്ടരുണ്ട് ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് നിത്യത നഷ്ടപ്പെടുത്തുന്നവർ, നിത്യമായ സ്വർഗം നഷ്ടപ്പെടുത്തുന്നവർ. എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയാൻ കാരണമെന്നറിയാം? അദ്ദേഹത്തിന് റോമാ പൗരത്വം ഉണ്ടായി. ഒരിക്കലും അദ്ദേഹം തടവിലായപ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ റോമാ പൗരനാണ്, എന്നെ നിങ്ങൾക്ക് അടിക്കുവാൻ അവകാശമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വട്ടം വിട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ റോമാ പൗരന്മാര് അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിക്കുമ്പോൾ തന്റെ റോമാ പൗരത്വവും സകലതും വേണ്ടെന്ന് വെച്ചുകൊണ്ട് കർത്താവിനെ അവൻ എല്ലാവരും എല്ലാവരും ചെയ്തപ്പോൾ അവൻ ദൈവത്തിന് സ്തോത്രം അതേ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാ സുഖസൗകര്യങ്ങളും റോമാക്കാർ അനുഭവിക്കുമ്പോൾ ഞാൻ സ്വർഗീയ പൗരത്വമുള്ളതിനാൽ സുഖസൗകര്യങ്ങളില്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ്. സുഖസൗകര്യങ്ങളില്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം, ഒരു സഞ്ചാര സുവിശേഷം ഉണ്ടായി. നമ്മളിത് കേൾക്കണം. അവർക്കറിയാം അവർ ലോകത്തിലാ വസിക്കുന്നെങ്കിലും പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ ലോകത്തിലെ സുഖസൗകര്യങ്ങളിലേക്ക് അവർ ത്യജിച്ച് നിത്യതയ്ക്ക് വേണ്ടി അവരെ കാത്തിരിക്കുന്നവരാ. അതുകൊണ്ട് അവര് എപ്പോഴും സന്തോഷമുള്ളവരാ. അവർ രോഗികളായിരിക്കാം, അവർ വേദനയിലായിരിക്കാം, അവർ പ്രയാസത്തിലായിരിക്കാം, എന്നാൽ അവർ വേദനയിലും പാടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഐസിയുവിൽ കിടക്കുമ്പോൾ ഒരമ്മച്ചി പാടുകയാണ്, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയല്ലേ ഇങ്ങനെ പാടുന്നത്? ആദ്യം ചോദിച്ചു, അമ്മച്ചി ഏത് സ്വഭാവത്തിൽപ്പെട്ടതാണ്? അമ്മച്ചി പറഞ്ഞു, ഞാൻ ഒന്നാന്തരക്കാരിയാണ്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ക്യാൻസർ രോഗമാ, അത് വരുമ്പോ വലിയ വേദനയാ, വേദന വരുമ്പോ കുഞ്ഞുങ്ങളെന്നെ ഹോസ്പിറ്റലിലാക്കും, എനിക്ക് ഇഞ്ചക്ഷൻ തരും, വേദന മാറുമ്പോ വീട്ടിൽ അവരെന്നെ കൊണ്ടുപോകും, അങ്ങനെയാ കിടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ എന്റെ അനുഭവത്തിലൂടെ സുവിശേഷം പറഞ്ഞപ്പോൾ ഒരക്രൈസ്തവനായ മനുഷ്യൻ യേശുവിന്റെ വേദനയ്ക്ക് സൗഖ്യം തരുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വേദനയ്ക്ക് സൗഖ്യം കൊടുത്തില്ല. അപ്പൊ അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അവൻ നോക്കിയോണേ, ഐശ്വര്യ കിടക്കുമ്പോൾ ഡോക്ടറിന്റെ വാ മൂടി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കരുത്, സംസാരിച്ചാൽ അടുത്ത നിമിഷത്തിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തില് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ നിത്യതയിലേക്ക് പോകുന്ന ഒരാളാണെന്നുള്ള സന്തോഷമുള്ളതുകൊണ്ടാ. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്ററിനെ വിളിച്ച്, സിസ്റ്ററെ ഞാൻ ഈ അമ്മച്ചോട് ചെറുതായിട്ടേ സംസാരിക്കുള്ളൂ, സിസ്റ്റർ നമുക്ക് പോകണം. പക്ഷെ ഞാൻ ഉറക്കെ തന്നെ ആമേൻ ആമേൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ആമേൻ സംസാരിക്കണ്ടേ. മരിച്ചോ? 11 വർഷമായി. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എന്റെ തലയിൽ ഒരു മുടി പോലും എന്റെ ദൈവം അറിയാതെ പൊഴിഞ്ഞു പോകയില്ല. വിശ്വസിക്കുന്നവർ സ്വന്തം പറഞ്ഞോട്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൗലോസിന് ഒരു കാര്യം നിശ്ചയമാ, അവരൊക്കെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചോട്ടെ, എനിക്ക് സുഖസൗകര്യമൊന്നും വേണ്ട, എനിക്ക് എപ്പോഴും എന്നെ കുത്തുന്ന ഒരു വേദനയുണ്ട്, എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എന്റെ ഉള്ളിൽ ആത്മാവ് നിത്യമായ ഒരു സന്തോഷം എനിക്ക് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടൊരു ഭക്തൻ ഇങ്ങനെ പാടി, വിശദീകരിക്കാൻ സമയമില്ലല്ലോ, ജീവന്റെ ഉറവിടം ക്രിസ്തു അനുഭവ
അവർ വിശ്വാസ വീരന്മാരായിരുന്നു. അവർ നമുക്ക് വചനം പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് ഇത് വേദപുസ്തകത്തിലൂടെ നമുക്ക് ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആമേൻ, എന്റെ ജീവന്റെ ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് എനിക്ക് താഴ്ചയിൽ അവൻ തണലായി, എന്നെ താങ്ങി വീഴ്ചയിൽ നിർത്തിയതയമാണെന്ന് പാട്ടുകാരന്റെ ജീവിതത്തിലൂടെ അവൻ പാടി. അപ്പം ഒന്ന് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് മഹത്വമുള്ള ശരീരമാണ്. കാരണം എന്നാ, ഉറപ്പെങ്ങനെയാ? ആമേൻ. ഫിലിപ്പിയർ 3:21 പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ആ ഉറപ്പാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. പിന്നെ രണ്ടാമത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരത്തെ കുറിച്ച് പറയുന്നത് കഷ്ടതയും വേദനയും ഇല്ലാത്ത ശരീരമാണ്. വെളിപ്പാട് പുസ്തകം 21:5 കടന്നു വരുമ്പോ കഷ്ടതയും വേദനയും ഇല്ലാത്ത ഒരു ശരീരമാണ് കർത്താവിന് ലഭിച്ച ശരീരം. ആ ശരീരം തന്നെയാണ്, ആ രൂപാന്തരപ്പെട്ട ശരീരം തന്നെയാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുഴുവനും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. അവിടെ നിൽക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ലഭിക്കുവാൻ പോകുന്ന ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയും വേദനയും ഇല്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു നിത്യ സന്തോഷമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഞാനത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. കർത്താവിന്റെ ഗംഭീര നാദത്തിങ്കൽ ആമേൻ തന്റെ ആ മണവാട്ടി സഭയെ ചേർത്ത് കൊണ്ട ശേഷം യഹൂദന്മാർക്ക് കഷ്ടത വരുമ്പോൾ അത് ആമേൻ 7 വർഷക്കാലമാണ്. ആ കഷ്ടത വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം 7 വർഷക്കാലമാണ് ആ കഷ്ടത അവർക്ക് വരുമ്പോൾ 7ാമത്തെ വർഷത്തിൽ യഹൂദന്മാരുടെ ശേഷിപ്പുകളെ ആമേൻ ചേർക്കേണ്ടതിന് അവൻ 3ാമതും. അപ്പൊ ആ യഹൂദന്മാരുടെയും കഷ്ടത മാറി, അവർ രൂപാന്തരപ്പെട്ട ശരീരത്തിലാകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വരുന്നതായ ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം അതിന്റെ 18 മുതൽ 25 വാക്യങ്ങളില് ഈ ഭൂമിയിൽ കർത്താവിന്റെ 1000 വർഷത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും യെശയ്യാ പ്രവചനത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അപ്പോഴൊക്കെയും നമ്മൾ ഓർക്കേണ്ടത് ഞാനും നിങ്ങളും ആരോട് കൂടെ ആയിരിക്കും? നമ്മുടെ ആത്മമണവാളോടുകൂടി ആയിരിക്കും. 7 വർഷം കഴിഞ്ഞ് യഹൂദന്മാരുടെ ശേഷിപ്പും ആത്മമണവാളനോടുകൂടി ആയിരിക്കും. അവരെല്ലാവരും കൂടെ ഭൂമിയിൽ 1000 വർഷക്കാലം ജീവിക്കുന്ന ഒരവസ്ഥ അവിടെ കാണുവാനായിട്ട് കഴിയും. അത് വളരെ വ്യക്തമായി വരച്ചു കാട്ടിയത് ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകൻ 65-ാം അധ്യായം 18, 19, 20 തുടങ്ങിയ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. ഭൂമിയിലെ കർത്താവിന്റെ 1000 വർഷ ഭരണത്തില് ബാലൻ എത്ര? 100 വയസ്സുള്ളവനായി മരിക്കും. 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. പാപി, അതേ കർത്താവിന്റെ 1000 വർഷ ഭരണത്തിങ്കൽ ഏതെങ്കിലും ഒരു പാപി ഉണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്നേ വരികയുള്ളൂ. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. കണ്ടോ, ഈ കാലങ്ങളിൽ ഒരുത്തൻ പണിയുന്നു, വേറൊരുത്തൻ പാർക്കുന്നു. അന്നങ്ങനെയല്ല. അവർ പണിയുന്നതിനകത്ത് 1000 വർഷ ഭരണ ഭൂമിയിൽ അവൻ കർത്താവിന്റെ ഭൂമിയിൽ അവൻ പുതിയ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അശുദ്ധമായിരുന്നു, അതിനെ നീക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം അത് വിശുദ്ധീകരിച്ചുകൊണ്ട് അവിടെ അവർ പാർക്കും. അടുത്ത വാക്യം, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. അവർ നടുമ്പോൾ മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃദ്ധന്മാർ തന്നെ നിങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃദ്ധ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം
സന്താനം അവരോട് കൂടെ ഇരിക്കും. അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരമരുളും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. യെരൂശലേമിൽ കർത്താവ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ മലരണ്ടായി വിഭജിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ കർത്താവ് സിംഹാസനമിട്ട് ഭൂമിയെ ശുദ്ധീകരിച്ച് 1000 വർഷം ജീവിക്കുന്നതിനെ കാണിക്കുക. അടുത്ത വർഷം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും കണ്ടോ? 1000 വർഷം ഭരണഭൂമിയില് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കൽ തിന്നും. സിംഹം കാള എന്ന പോലെ വൈക്കൽ തിന്നും. സർപ്പത്തിന്റെ പൊടി ആഹാരമായിരിക്കും. സർപ്പത്തിന്റെ പൊടി ആഹാരമായിരിക്കും. പണ്ടെന്ന പോലെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. കണ്ടോ? അന്ന് ഭൂമിയിൽ ആർക്കും ഒരു നാശമോ ദോഷമോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഈ ശരീരം നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ ശരീരം, ആ ശരീരത്തിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ നമ്മുടെ സീറ്റിൽ വരുമ്പോൾ നമ്മൾ അതേ മനുഷ്യനായി തന്നെ ആമേൻ അവിടെ ഭരിക്കുക. അതാണ് ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു ജനിക്കുമെന്നും ആ യേശുക്രിസ്തു ഭൂമിയെ ഭരിക്കുമെന്നും യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആദ്യം വന്നപ്പോൾ അവനെ മിശിഹയായിട്ട് കാണാതിരുന്നത്. അവൻ മിശിഹയായി കടന്നു വന്നുവെങ്കിലും അവൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ദൈവരാജ്യം സമീപിച്ചിരിക്കും, മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ ധരിച്ചെന്ന ഈ ഭൂമിയിൽ ഒരു ദൈവരാജ്യം സ്ഥാപിക്കുമെന്നാൽ അത് വാഗ്ദത്തം നിറവേറ്റുമോ? അത് സംഭവിക്കുക തന്നെ ചെയ്യും. അവൻ തന്റെ ശേഷിപ്പുകളുമായിട്ട് അവൻ അവിടെ താമസിക്കുന്നതായിട്ട് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ കാണുകയാണ്. ഇനി നമുക്ക് നോക്കാം. അതിനുശേഷം 1000 വർഷത്തെ ഭരണത്തിന് ശേഷം കർത്താവ് എല്ലാവരുമായിട്ട് വസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വെളിപ്പാട് 21:2 വായിക്കാം. അത് ആകാശത്തിന് മുകളിലാണെന്ന് വേദപണ്ഡിതാക്കന്മാർ പറയുന്നു. കഴിഞ്ഞ നാളുകളില് നാസ കണ്ടുപിടിച്ച ഒരു കാര്യം, ഒരു ഗ്രഹമുണ്ട്. ആ ഗ്രഹത്തില് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, എല്ലാ AC-യുടെ അനുഭവമാണെന്ന് അവർ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വെളിപ്പാട് 2:21. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധി തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. മതി 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 പ്രിയപ്പെട്ടവരെ, സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവ്. ഒന്നുകൂടെ വായിച്ചേ. പുതിയ യെരൂശലേം ഭൂമിയിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. 1000 വർഷ ഭരണത്തിലും എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ 1000 വർഷം ഭരണം കഴിയുമ്പോൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന നല്ല മനുഷ്യരെ എല്ലാം കർത്താവ് കൊണ്ടുപോയിട്ട് 1000 വർഷം കഴിയുമ്പോൾ മനുഷ്യനെ തെറ്റിക്കുന്ന പിശാചിനെ എന്നേക്കുമായി നിത്യനരകത്തിലേക്ക് തള്ളിയിട്ട് കഴിയുമ്പോൾ യോഹന്നാൻ കാണുകയാണ് ഒരു പുതിയ യെരൂശലേം ഭൂമിയിലേക്ക്. ഒന്നുകൂടെ വായിക്കുന്നത്. ഒരു പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ആ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ദൈവസന്നിധിയിൽ ഇറങ്ങുന്നത് തന്നെ ഞാൻ കണ്ടു. നമുക്ക് അത്ഭുതം തോന്നും. 11 ശിഷ്യന്മാരും അവര് രക്തസാക്ഷികളായി തീർന്നപ്പോൾ യേശുവിന്റെ അരിമശിഷ്യനായിരുന്ന യേശുവിനെ അരിമശിഷ്യൻ എന്ന് പറയുന്നത് ഈ നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ യോഹന്നാൻ കർത്താവിനോട് ചേർന്നിരിക്കുക. അപ്പൊ മറ്റു ശിഷ്യന്മാർ 2 സ്റ്റഡിയിൽ നിന്ന് യോഹന്നാനെ ഇങ്ങനെ കാണിച്ചു. എടാ അത് ആരാന്ന് ചോദിക്കും. അപ്പൊ നോക്കിക്കോണേ, യോഹന്നാന് കർത്താവിനോട് പ്രാഗൽഭ്യം ഉണ്ടോ? നമുക്ക് കർത്താവിന്റെ മാറിൽ ചാരി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. വിശ്വാസികൾക്ക് കഴിയണം. അപ്പൊ അവൻ മാറിൽ ചാരിക്കൊണ്ട് കർത്താവിന്റെ കണ്ണിലേക്ക് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ നിന്നെ ആരാ ഒറ്റുകൊടുക്കുന്നത്? കർത്താവ് പറയുക, എന്നോടൊപ്പം കൈമുക്കുന്നവൻ തന്നെ. കണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. അവൻ ഉത്തരമായി യൂദായിലൂടെ കാണിച്ചു കൊടുക്കുക. അപ്പം കർത്താവിനോട് നമ്മൾ അവന്റെ മാറിൽ കിടന്ന് ചാരിക്കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത വല്ലതും ഉണ്ടോ? ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു ശ്രീലങ്കക്കാരി ഒരു സ്ത്രീ,
അവരുടെ പ്രയാസത്തിന് വേണ്ടി അവരുടെ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി അവർ ദൈവത്തെ അറിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തെ അറിയുവാൻ അവർക്ക് സാവകാശം ലഭിച്ചു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ദൈവം അവർക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞ കഥയുടെ ബാക്കി പറഞ്ഞിരുന്നു. ഈ മനുഷ്യനോട് പിന്നീട് ഈ വലിയൊരു പ്രശസ്തനായ സുവിശേഷൻ, അതായത് ജയിലിൽ കൈവിലങ്ങിൽ കിടക്കുന്ന മനുഷ്യനോട് സുവിശേഷം പറഞ്ഞു. അവൻ മാനസാന്തരപ്പെട്ടു. അവന്റെ ശിക്ഷ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. അവൻ സദാസമയം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ സന്ദർഭത്തിൽ അവന്റെ മകന്റെ ശിക്ഷ കുറെ കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അവൻ വന്നപ്പോൾ മുമ്പ് കണ്ട പിതാവിനെ അവൻ കാണുന്നത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൈതലെയാ, ഒരു എന്റെ പിതാവിനെ അവൻ കാണുന്നത്. അവൻ ചോദിച്ചു, എന്താ ഇത്രയും വലിയ മാറ്റം? മോനെ, എനിക്കായ എന്റെ യേശു കാൽവരിയിൽ അവന്റെ ജീവൻ ബലിയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ എന്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു തന്ന് എന്നെ ഒരു ദൈവമകനാക്കി തീർത്ത ഒരു ദൈവമകനുണ്ട്. ആ മകനും വിശ്വസിക്കുവാനിടയായി. അതുകൊണ്ട് യോശുവ പറഞ്ഞത്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബ യഹോവയെ സേവിക്കാനിടയായി. അദ്ദേഹത്തിന്റെ ആ പ്രശസ്തനായ സുവിശേഷകന്റെ ജീവിതത്തിന്റെ അനുഭവമാ അദ്ദേഹം അവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മാറിൽ കിടന്ന് ചാരിക്കൊണ്ട് ഒന്ന് പറയാൻ കഴിയുമോ, ആമേൻ കർത്താവേ, നീ ഈ കഷ്ടതയും വേദനയും ഇല്ലാത്തൊരു ശരീരം എനിക്ക് തന്നിരിക്കുക, തരുന്നൊരു ദിവസമുണ്ട്, അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളുടെ ആ സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ണീരോട് എന്ന് നിലവിളിച്ചാൽ കേൾക്കുന്നവരാണ് നമ്മുടെ ദൈവം. അല്ലേ? അന്ന സംസാരിച്ചത് എങ്ങനെയായിരുന്നു? ചിരി പോലും തോന്നില്ല. എനിക്കതാ വിശ്വാസം. ഇവിടെ ഇരുന്ന് ചിരി പോലും അനക്കാതെ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ വേദനകളും ദൈവസന്നിധി നമ്മൾ പകർന്നാൽ ആ നിമിഷം മറുപടിയാ. ദൈവത്തിന് സ്തോത്രം. നമുക്കതിന് കഴിയുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം അത് എന്നാ പറയുന്നത്, താഴ്ചയുള്ള ശരീരമാ. അതുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല. എന്നാൽ അങ്ങനെ കഴിയണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ ഒരാൾക്കേ കഴിയുകയുള്ളൂ. അവൻ ക്രിസ്തുവിന്റെ മാറിടത്തിലേക്ക് ചാരിക്കൊണ്ട്, ഞാൻ പറഞ്ഞ സ്നേഹക്കാരി കർത്താവിന്റെ ആണിപ്പാടുള്ള കാലുകളിൽ അവർ കാണുകയാ. അതിൽ തൊട്ടുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. അവർക്ക് വിടുതൽ കിട്ടും. അങ്ങനെയാ വിടുതൽ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നു നമുക്കൊരു പുതിയ യെരൂശലേമുണ്ട്, പുതിയൊരു ആകാശം. ഈ ഭൂമിയെല്ലാം പോകും. 1000 വർഷം പണ്ടത്തിന് ശേഷം ഈ ഭൂമിയും അതെല്ലാം ആകാശമെല്ലാം ചുരുട്ട് മാറിപ്പോകും. എന്നിട്ട് ഈ ആകാശത്തിൽ തന്നെ ഒരു സിംഹാസനം ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ഗോളത്തിൽ നമ്മൾ വസിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നാസക്കാര് കണ്ടുപിടിച്ചു ഒരു ഗോളമുണ്ട്, പക്ഷെ അതിനകത്ത് സൂര്യനുണ്ട്, പക്ഷെ അതിനകത്ത് AC-യുടെ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്നത്. അതിറങ്ങി വരാറായി. മകളെ, മകനെ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതിറങ്ങി വരാൻ ഇനി അധികം താമസമില്ല. ദൈവജനം എടുക്കപ്പെട്ട ശേഷം അത് വേഗത്തിൽ അങ്ങ് തീർന്നു പോകും. നമ്മുടെ കർത്താവ് ഒരു ദിവസം 1 സംവത്സരം 1000 സംവത്സരം പോലെയാ, 2 ദിവസം 2000 സംവത്സരം പോലെയാ. അപ്പൊ കർത്താവിന്റെ 1000 സംവത്സരത്തിലെ ജീവിതം നമ്മൾ കർത്താവിനോട് ജീവിക്കുമ്പോൾ നമുക്ക് 1000 ദിവസം ഒന്നുമല്ലാതായി തോന്നും. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, വേദോസത്തിൽ പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. 1000 ദിവസം നമുക്കൊരു നിസ്സാരമായിട്ട് തോന്നും. ദൈവത്തിന് സ്വന്തം. അപ്പൊ ഞാൻ മുൻപോട്ട് പോകട്ടെ. അങ്ങനെയാണെങ്കിൽ പുതിയ യെരൂശലേം, പുതിയ ആകാശവും ഭൂമി സൃഷ്ടിക്കപ്പെട്ട് അതിറങ്ങി വരുന്നത് ആരാ കണ്ടേ? ഉറക്കെ പറയുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുക വെളിപ്പാട് പുസ്തകത്തിൽ, വെളിപ്പെടുത്തിയിരിക്കുക എന്ന്. അതുകൊണ്ടാണ് അനേകർ ഇത് കേട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പൊ നിത്യതയുടെ അവകാശികളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് നിത്യജീവൻ നൽകിയിരിക്കുക. ആ നിത്യജീവൻ നഷ്ടപ്പെടുത്താതെ, യൂദയെ പോലെ നഷ്ടപ്പെടുത്താതെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ ആഗ്രഹത്തോടെ കൊതിയോടെ യാത്ര ചെയ്താൽ ആ നിത്യജീവൻ നമുക്ക് ലഭിക്കും. പിന്നെ സ്വർഗത്തിൽ എന്നേക്കും വസിക്കുന്ന, നിങ്ങൾക്ക് കുറെയെങ്കിലും മനസ്സിലായോ? നമ്മൾ എടുക്കപ്പെട്ട ശേഷം 7 വർഷത്തെ ഭരണം, 3.5 7 വർഷം.
3.5 വർഷം ആമേൻ ഈ രാജ്യങ്ങൾ മുഴുവൻ ഒരു ആന്റി ക്രൈസ്റ്റിന്റെ കീഴിലേക്ക് മടങ്ങി വരും. യഹൂദന്മാരുമായി അവരൊരു സഖ്യത ചെയ്യും. അവരുടെ ദേവാലയം അവർ സ്ഥാപിക്കും. അവരിപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചുമന്ന പശുവിനെ കൊല്ലും. അവർ ആരാധന കഴിയും. ആരാധന കഴിഞ്ഞ ശേഷം 3.5 വർഷം ഇവർക്ക് എല്ലാ അനുവാദങ്ങളും അറബികളും യഹൂദന്മാരുമായി ഒരു സഖ്യത ചെയ്ത് വളരെ സുഭിക്ഷമായ 3.5 വർഷത്തെ 3.5 വർഷം കഴിയുമ്പോൾ യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന, അവരാരാധിച്ചിരുന്ന അവരുടെ ആരാധനാലയത്തിൽ അവന്റെ പ്രതിമ കൊണ്ടുവെക്കും ആന്റി ക്രൈസ്റ്റിന്റെ. അപ്പൊ അവർക്ക് മനസ്സിലാകും ഞങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് ബോധ്യപ്പെടുമ്പോൾ അവനവനെ തള്ളിപ്പറയും. അവൻ മിശിഹായുടെ നിലവിളിക്കും. 7-ാം വർഷത്തിൽ മിശിഹ അവൻ ഒലിമലയിൽ കാലുകുത്തുമ്പോൾ ഒലിമല 2ആയി വായിക്കപ്പെടും. അവിടെ ഈ ഭൂമിയെ ശുദ്ധീകരിച്ചുകൊണ്ട് അവൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അവൻ നമ്മളോട് കാണുകയാണ്. അവൻ യഹൂദന്മാരും കടന്നു പോവുകയാണ്. എന്നിട്ട് നമ്മൾ കാണുകയാണ് അവിടെ സിംഹാസനം ഇട്ട് 1000 വർഷത്തെ അന്ന് ജനങ്ങളുണ്ട്. അവർക്ക് ക്രിസ്തുവിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ പോകമായി എനിക്കറിയില്ല. എങ്കിലും ഞാൻ മുൻപോട്ട് പോകട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആമേൻ. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾക്ക് നിത്യമായ സ്വർഗത്തിലെ വാസം. പണ്ട് പുത്രൻ എങ്ങനെയായിരുന്നു, പരിശുദ്ധ റൂഹ എങ്ങനെയായിരുന്നു, എല്ലാം പിതാവിൽ ഒന്ന് ചേർന്നിട്ട് പിതാവിനെ ആരാധിക്കുന്ന, അന്ന് ദൂതന്മാർ ആരാധിച്ചതുപോലെ ആരാധിക്കുന്ന ഒരു ദിവസം അധികം താമസം പിന്നെ വരാൻ പോകുകയാണ്. അതുകൊണ്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പകൽ ഞാൻ ചോദിക്കുക. കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനായി നീ ഒരുങ്ങുന്നെങ്കിൽ നീ ഒരു ദൈവമകനോ നിന്നെ ചേർക്കാൻ അവൻ വേഗം വരും. ഈ ലോകത്തുള്ള ഒരു സഭയും നിന്നെ എങ്ങും കൊണ്ടുപോവുകയില്ല. അതിവിടെ നമുക്ക് വഴികാട്ടിയായി നിൽക്കുകയാണ്. എവങ്കേലിയനിലൂടെ നമുക്ക് വചനം പറഞ്ഞു തരികയാണ്. കാന്ത തന്നെത്താൻ ഒരുങ്ങണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് 1 മഹത്വമുള്ള ശരീരം, നമ്മുടെ കർത്താവിന് ലഭിക്കുന്ന അതേ ശരീരം. 2 ആ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കണ്ണടച്ച് തുറക്കുന്നതിനിടെ ഭൂമിയിൽ വരാൻ കഴിയും, സ്വർഗത്തിൽ പോകാൻ കഴിയും. ആ ശരീരം. 2ാമത് കഷ്ടതയും വേദനയും ഇല്ലാത്ത ശരീരം. ഇനി അധികം ഇല്ല. കഷ്ടതയും വേദനയും ഇല്ലാത്ത ശരീരത്തിന്റെ ഉടമകളായി നമ്മൾ തീരാൻ പോകുകയാണ്. 1000 വർഷത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരം തന്നെയാണ്. ദൈവത്തിന് സ്വന്തം. അതാണ് അനേക രക്തസാക്ഷികളായി തീർന്നത്. ഞാൻ അതിലേക്കൊന്നും മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാടാം. എന്റെ ദേശം ഇവിടെയല്ല, സ്വതന്ത്രം പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും 5 കൈവച്ച് ഞാൻ യേശുവിന്റെ മണവാട്ടിയ, യേശുവിന്റെ കാന്തയാ, അവന്റെ 1ാമത്തെ വരവിൽ ഞാൻ എടുക്കപ്പെടും. 2ാം വരവിൽ യഹൂദന്മാരുടെ ശേഷിപ്പെടുക്കപ്പെടും. 3ാം വരവിൽ 1000 വർഷ ഭരണത്തിലെ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവർ എടുക്കപ്പെടും. ദൈവത്തിന് സ്വതന്ത്രം. 1ാം സ്ഥാനം നമുക്കാണ്. അതുകൊണ്ട് വേദവസ്തം പറയുന്നത് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. മാത്രമല്ല വേദവസ്തം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1ാം പുനരുത്ഥാനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണം. ഞാനിതൊന്നും എഴുതി വെച്ച കാര്യമാണ്. അപ്പൊ അമേൻ ചിലർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇതൊന്നും എഴുതിയല്ല. അപ്പൊ നോക്കിയ 1ാം പുനരുത്ഥാനത്തിൽ ആദ്യം സഭയ്ക്കാ ഭാഗ്യം. സ്വതന്ത്രം പറഞ്ഞിട്ട് അപ്പൊ 1ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാന്മാർ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തെന്ന് പറഞ്ഞു. 1ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് സ്വോത്രം. ഇത് സ്വർഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് മനസ്സിലായാലും പറ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞു, മഹത്വമുള്ള ശരീരം. ഈ ശരീരം കർത്താവിന് ലഭിച്ചതേ 33 തിരുവയസ്സിലെ രൂപാന്തരപ്പെട്ട ശരീരം. അപ്പൊ ഈ വേദപഠിതാക്കന്മാരുടെ ഇടയിൽ രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന്, വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ, അതായത് ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ജനനം കൂടാതെ മരിച്ചു പോയില്ലേ, തിരിച്ചതിന് മുമ്പുള്ള കുഞ്ഞുങ്ങളില്ലേ, അപ്പൊ അവർക്ക് കൈശരീരം ലഭിക്കുന്നു. വേദപഠിതാക്കളിൽ ഒരു പക്ഷം ആളുകൾ പറയുന്നത് അവരൊക്കെ മാലാകന്മാരായിരിക്കും. കാരണം എന്താണെന്നറിയാം, അവരൊന്നും പാപം ചെയ്തവരല്ല. നമുക്ക് തിരിച്ചറിവുണ്ടായപ്പോഴല്ലേ നമ്മൾ പാപത്തിലേക്ക് വന്നത്. തിരിച്ചറിവിന് മുമ്പ് വരെയും മരിക്കുന്ന ഇനിയും മറ്റു എല്ലാ ജാതി മതസ്ഥരുടെയും കുഞ്ഞുങ്ങൾ, കാരണം അവരത് തെറ്റുകാരല്ല, അവരെ കേട്ടിട്ടില്ല വചനം. അപ്പൊ ആ കുഞ്ഞുങ്ങളാ അവരെല്ലാം മാലാകമായവരായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. അപ്പൊ രണ്ടാമത് ഈ ശബ്ദം, അതായത് ദൈവത്തിന്റെ സുവിശേഷം കേട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്. കേട്ടിട്ട് ഒരു കൂട്ടർ കേൾക്കാത്തവരെ പോലെ ജീവിച്ചു, ലോകത്തിന്റെ സന്തോഷത്തിലും സുഖത്തിലും ജീവിച്ച് മരിച്ച് നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ ഒരു കൂട്ടർ താഴ്ചയുള്ള ശരീരമാണെങ്കിലും ആത്മനിറവോടെ ജീവിച്ചുകൊണ്ട് നിത്യസ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. മൂന്നാമത്, ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുക. സമയം 5 മിനിറ്റിന്റെ മുകളിലുള്ളൂ. 12 ആകുമ്പോൾ തന്നെ അവസാനിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 36-40 വരെയുള്ള വാക്യങ്ങളിൽ, ലൂക്കോസിന്റെ സുവിശേഷം 24-36-40 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് അസ്ഥിയും മാംസമുള്ള ശരീരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആമേൻ, ആമേൻ. ഈ ഭൂമിയില് കർത്താവ് ഭരിക്കുമ്പോൾ, ആമേൻ, നമ്മൾ റാന്നിക്കാരാണെങ്കിലും, ആമേൻ, നമ്മള്, ആമേൻ, ഈ മധ്യാകാശത്തിലാണ്, ആമേൻ, ദൈവത്തിന്റെ സ്വന്തം, ആമേൻ, ദൈവത്തിന്റെ സ്വന്തം യെരൂശലേമിലാണ്, ആമേൻ, കർത്താവ് അന്ന് ഭരിക്കുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ യെരൂശലേമിൽ നിന്ന് കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ റാന്നിയിൽ നീ കളക്ടറാണെങ്കിൽ, റാന്നിയിൽ നീ മന്ത്രിയാണെങ്കിൽ നിന്റെ സ്ഥാനത്ത് നീ വന്നിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഒരു തോത്രമില്ലല്ലോ. അങ്ങ് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, ദൈവത്തിന്റെ സ്വന്തം. അപ്പൊ ഇവിടെ പറയുകയാണ്, അസ്ഥിയും മാംസമുള്ളൊരു ശരീരം. അതാണ് ഭൂമിയിൽ നമ്മള് കർത്താവ് 1000 വർഷം ഭൂമിയിൽ ഭരിക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരമാണെങ്കിലും നമുക്ക് ഓരോ സ്ഥലങ്ങൾ ഭരിക്കുവാനുള്ള അവകാശം. അന്ന് നമ്മൾ രാജാക്കന്മാർ, ഒരു പാട്ടുണ്ടല്ലോ, അത് നമ്മൾ എന്തോ സന്തോഷം, അന്ന് നമ്മൾ രാജാക്കന്മാരായി കർത്താവിനോടുകൂടി വാഴുന്ന 1000 വർഷം ഭരണമുണ്ട്. അതാണ് ഭരണമുള്ളത് കൊണ്ടാണ് രാജാക്കന്മാരാകുന്നത്. ഭരണമില്ലാത്തവരും രാജാവാകും, ഇല്ലല്ലോ. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ അടുത്ത അസ്ഥിയും മാംസമുള്ള ശരീരം ദൈവം നമുക്ക് തരും. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതല്ലേ വായിച്ചു, അവൻ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവൻ ഞെട്ടി ഭയപ്പെട്ടു. അവൻ അവരോട്, നിങ്ങൾ എന്താണ് കലങ്ങുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് സംശയം പൊങ്ങുന്നത്? ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിയുകയും എന്നെ തൊട്ട് നോക്കുകയും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ലൂക്കോസ് 26-ാം അധ്യായം 13-3 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഒന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരെയുള്ള എമ്മൗസിലേക്ക് കർത്താവിന്റെ 2 ശിഷ്യന്മാർ പോയി. എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാർ കൂടാതെ കർത്താവിന് പിന്നെയും ശിഷ്യന്മാരുണ്ടായി. 12 അപ്പോസ്തലന്മാർ കൂടാതെ കർത്താവിന് ശിഷ്യന്മാർ. അതില് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. ഒരു ശിഷ്യന്റെ പേരെങ്കിലും ഒന്ന് പറയാം. ഞാൻ പലവട്ടം പോയി പറയാം. ഞങ്ങളോട് ഒന്ന് ചോദിച്ചേക്കരുത് അല്ലേ? ക്ലെയോപ്പ പറഞ്ഞവർക്ക് ആയുസ്. മറ്റേ ശിഷ്യന്റെ പേര് പറയുന്നില്ല. അവരെവിടെ പോയ? കാരണം യേശു ക്രൂശിക്കപ്പെട്ടു. ഇനി അടുത്ത ക്രൂശ് ഞങ്ങൾക്കുള്ളതാ, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ പോയ. സ്വതന്ത്രം. അവിടെ നമ്മൾ കാണുകയാണ്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അവരോട് ചേർന്ന് നടന്നു. ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്?
ഉടനെ അവര് പറഞ്ഞു, നീ ഇതുവരെ അറിഞ്ഞു, നീ പ്രവാസിയായിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് നീ ഇതുവരെ അറിഞ്ഞില്ലയോ? യേശു മിശിഹ, യഹൂദന്മാരുടെ മിശിഹ ഭൂമിയിൽ വന്നിരുന്നു, അവൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അത് ലോകം മുഴുവൻ അറിഞ്ഞിട്ട് നീ അറിഞ്ഞില്ലയോ എന്ന് ചോദിക്കുക അവരോട്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, ആമേൻ. എന്നിട്ട് ഒരു വാക്യം കൂടെ ഓർക്കണം, യേശുവിനെ അവർ അറിയാതിരിപ്പാൻ തക്കവണ്ണം അവരുടെ കണ്ണ് വിരോധിച്ചിരുന്നു. അവരുടെ കണ്ണ് വിരോധിച്ചിരുന്നു നമ്മൾ കാണുകയാണ്, നിരോധിച്ചിരുന്നു നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ മുൻപോട്ട് പോയി. അവൻ യേശു മുന്നോട്ട് നടക്കുകയാണ്. നോക്കിയ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം നടന്ന സംഭവം ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ ചെന്നെത്താൻ കഴിയും? അത് അവരുടെ സാക്ഷ്യമാ. അവൻ ഒരിക്കലും അത് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. നോവലുകളൊക്കെ മനുഷ്യർ ഉണ്ടാക്കുന്നതാ, അവൻ കള്ളക്കഥകളൊക്കെ മനുഷ്യർ ഉണ്ടാക്കുന്നതാ. എന്നാൽ ഇത് ദൈവത്താൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് 40 അധികം തവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തി. അതിലൊന്നാണ് നമ്മൾ കണ്ടത്. ആദ്യം നമ്മൾ കണ്ടു, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ ബലപ്പെടുത്തുവാനായിട്ട് അവരോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചു. ഇപ്പൊ നമ്മൾ കണ്ടോ, ഇവരെ വീട്ടില് യേശുവിന്റെ കൂടെ ഉണ്ട്. അവരുടെ വീടായപ്പോൾ പറയില്ല, നമ്മുടെ വീടായി നമുക്ക് വീട്ടിൽ കയറി പോകാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവര് വീട്ടിലോട്ട് കയറിപ്പോയി. കയറി പോകാൻ തുടങ്ങുമ്പോൾ അവർ ഇത് ചെയ്യോ, ഈ മനുഷ്യൻ രാത്രി എവിടെ പോകും? യേശുവാ, അവരറിയുന്നില്ല. ഈ മനുഷ്യനോട് രാത്രി പോകും. അപ്പോൾ പറഞ്ഞു, ഞങ്ങളോട് ഇന്ന് രാത്രി രാവാത്തിട്ട് രാവിലെ നീ പോയാൽ മതി. അവര് നല്ല സൽക്കാരപ്രിയരായിരുന്നു. അവർക്കറിയാം, ഈ മനുഷ്യൻ രാത്രി പോകുന്നത് ശരിയല്ല. അവരെ ഇരുത്തി എന്നിട്ട് ഇവരുടെ മുമ്പില് അവൻ അപ്പം കൊണ്ടുവച്ചപ്പോൾ, അവൻ വാഴ്ത്തിയപ്പോൾ നിരോധിച്ചിരുന്ന കണ്ണ് തുറന്നു. അവർക്ക് മനസ്സിലായുള്ള വിഷയമാണെന്ന്. പിന്നെ അവർ ഒരു നിമിഷം നിന്നില്ല, രാത്രി തന്നെ ഓടി. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ കൂട്ടായ്മയിലേക്ക് കൂടും. സ്വതന്ത്രം പറയുന്നില്ല. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നിൽക്കത്തില്ല. സ്വതന്ത്രം. ഞങ്ങൾ 91 ഒക്ടോബർ 11 രാത്രി യേശുവിനെ കണ്ടു. അതിന്റെ പിറ്റേ ദിവസം കൊണ്ട് ഞങ്ങൾ ചിന്തിച്ച് എവിടെ ഉണ്ട് കൂട്ടായ്മ? ഞാനും എന്റെ പ്രിയപ്പെട്ടവളും 2 മക്കളും കൂടെ അക്കരെ ഫിലിപ്പിച്ചാന്റെ കൂട്ടായ്മയിലേക്ക് ആദ്യം ഞങ്ങൾ പോയി. അതിനുശേഷം എവിടേക്കെയോ. അതെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ കണ്ടമ്പേരൂർ ഒരു കൂട്ടായ്മ ഉണ്ട്. അവിടെ ഞാൻ ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു അച്ഛനാണ്. അപ്പൊ അച്ഛൻ പറയുന്ന എപ്പോഴും ഒരു ഉദാഹരണം എന്താ പറയുക, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ രക്ഷിക്കപ്പെടായാൽ ഇനി രക്ഷിക്കപ്പെടാനുള്ളവർ കൂടി രക്ഷിക്കപ്പെടുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന നടക്കുകയാണ്. രക്ഷിക്കപ്പെടായാൽ നമ്മളെ കണ്ട് രക്ഷിക്കപ്പെടാനുള്ളവർ രക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ പാവങ്ങളായ നമ്മുടെ കാര്യം ഒന്നല്ല പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവർ ഈ വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യും, രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. അപ്പൊ അച്ഛൻ പറയും, എനിക്ക് ഭയങ്കര സന്തോഷം വാക്ക് കേൾക്കുന്നത്. അന്ന് മുതൽ ഈ കർത്താവിനെ അനുധാവനം ചെയ്യാൻ വലിയൊരു ആത്മപ്രേരണ. എന്ത് വന്നാലും, എന്ത് കഷ്ടത വന്നാലും, എന്ത് വേദന വന്നാലും ഈ കർത്താവിനെ പിൻപറ്റണമെന്നുള്ള ഒരു കൃപ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വരച്ചു കാട്ടണമെന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിൽ അന്ന് എനിക്ക് ദൈവം തന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ അല്ലെ, എത്ര കൂട്ടായ്മ നിന്നുപോയി, എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാം ഒത്തിരിയൊക്കെ നിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് കോവിഡ് വന്നതോടുകൂടി എല്ലാം നിന്നുപോയി. നിങ്ങൾ ഓർക്കണം, ഒരു സോപ്പ് കൊണ്ട് കഴുകി കളയുന്ന കോവിഡിനെ പേടിച്ച് എല്ലാ പള്ളികളിലെ ആരാധന പോലും നിന്നു. അത് നിങ്ങളൊന്നും പോയ പള്ളിയില്ല. ആദ്യമൊന്നും ആരും പോയില്ല, അടച്ചിട്ടില്ല. ഗവൺമെന്റ് നിയമം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് മിണ്ടാൻ മടിയ ഒടുവിൽ മാസ്ക് വെച്ച്, ഇതെല്ലാം വേദവസത്തിലുള്ളതാ. നോക്കിയാൽ നിസ്സാരമായ ഒരു കാര്യം വന്നപ്പോൾ മനുഷ്യരെല്ലാം ഭയപ്പെട്ടു പോയി. ദൈവത്തിന് സ്വന്തം അത് തന്നെ മരിച്ചോണ്ടിരിക്കുക ആളുകൾ. അപ്പൊ ഞാൻ അവരോട് മുന്തി, അവന് ഫോണുണ്ട്, എനിക്ക് പിടിക്കുമെന്ന് വിചാരിച്ച് വിണ്ടുപോകും. പിന്നെ ഫോണുള്ളതുകൊണ്ട് ഫോണിൽ കൂടെ സംസാരിച്ച് കാണും. ദൈവത്തിന് സ്വന്തം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ ആഗമനത്തെ കുറിച്ച് എത്രമാത്രം നമ്മൾ ഭയപ്പെടണം. ഒരു കോവിഡിനെ മനുഷ്യൻ ഭയപ്പെട്ടെങ്കിൽ കർത്താവിന്റെ ആഗമനം അധികം താമസിയാതെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് നഷ്ടമാകരുത് എന്നോർത്ത് അവനെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ഉത്തരം അവരോട് പറയുന്നുണ്ട്. ആമേൻ. വീണ്ടും ലൂക്കോസ് 24-ാം അധ്യായം 25-ാം വാക്യത്തിൽ, സമയം കഴിഞ്ഞ് ഞാൻ നിർത്തുക. അയ്യോ ബുദ്ധിഹീനരേ. ഒന്ന് ഉറക്കെ വായിക്കാറുണ്ട്. എന്നോട് മൈക്ക് വെച്ചിരിക്കുന്നു, വായിക്കും. അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത
കണ്ടോ, എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. തന്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് അവരോട് പറയുകയാ. ദൈവത്തിന് സ്വത്രം. അപ്പൊ അവരെ എന്താ വിളിച്ച്? ഓടിപ്പോയതുകൊണ്ട് മന്ദബുദ്ധികൾ എന്നാ വിളിച്ച്. ഞാൻ ഇന്ന് രാവിലെ ഓർത്തു, സത്യമാണ്, ഇന്ന് ഈ മഴ കാണുമ്പോൾ ആരെങ്കിലും വരുമോ? പക്ഷെ നിങ്ങളൊക്കെ നല്ല എരിവുള്ളവരാ. സ്വത്രം. മഴയൊന്നും നമുക്കൊരു പ്രതികൂലമല്ല. പക്ഷെ ദൈവം എല്ലാ വ്യാഴ്ചയ്ക്ക് ക്രമീകരണം നമുക്ക് ചെയ്യും. ആ ദൈവത്തിന് എല്ലാവരും 3 ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമേൻ, അസ്ഥിയും മാംസവും ഉള്ള അമേൻ, ദൈവത്തിന് സ്വത്രം, അമേൻ, ഒരു ശരീരം നമുക്ക് ലഭിക്കും. അസ്ഥിയും മാംസവും ശരീരം. അന്ന് ഭൂമിയെ നമ്മൾ ഭരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച നമുക്ക് ചോദിക്കാം. നമ്മള് ഒരു പാട്ട് പാടിയായിരുന്നല്ലോ. ഇനി ഈ പാട്ടുകൂടെ നമുക്ക് അതിന്റെ 2 സെന്റൻസുകൂടെ പാടുന്നത്. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃ സേവയൊന്നേ എന്റെ ആഗ്രഹം. ഭക്ഷണത്തിരിക്കുമ്പോൾ അവരുടെ കണ്ണ് തുറന്ന് അവരെ യേശുവാണെന്ന് മനസ്സിലാക്കി. എന്നാൽ അവരെ വിളിക്കുന്നത് മന്ദബുദ്ധികളെ എന്നാ. യേശു നകന്നു പോകുന്ന നമ്മളെയും വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളെയും മഹത്വമുള്ള ശരീരം കർത്താവിന് ലഭിച്ച ആ 33 വയസ്സിലെ അതേ ശരീരം വിശ്വാസിക്ക് ലഭിക്കും. ഹല്ലേലൂയ. രണ്ടാമത് കഷ്ടതയും വേദനയും ഇല്ലാത്ത ഒരു ശരീരം നമുക്ക് അന്ന് മുതൽ ലഭിച്ചിരിക്കുക. 2 അസ്ഥിയും മാംസമുള്ളൊരു ശരീരം നമുക്ക് ലഭിക്കും. നമുക്ക് വിളിക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗ്ഗപിതാവേ, മനോഹരമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവദാനമായി നൽകിയതോർത്ത് വ്യാഴാഴ്ച ഞങ്ങളുടെ സ്വന്തം വ്യാഴാഴ്ച നിന്നെ ആരാധിപ്പാൻ ദൈവം തന്ന ദിവസം. ഞങ്ങള് നിന്റെ ശിഷ്യന്മാരാണ്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം നീ ഞങ്ങൾക്ക് തന്നു. അതിലുപരിയായി പ്രത്യാശയോടെ ഞങ്ങളുടെ ഉള്ളത്തെ നിറച്ചു. ആത്മാവിൽ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തി, ഞങ്ങളെ ബലപ്പെടുത്തി. നന്ദിയോടെ സ്വന്തം കർത്താവേ, ഞങ്ങൾ കേട്ട വചന നിമിത്തം ഞങ്ങൾ ഒരു നാൾ ഞങ്ങളുടെ കൈ ബലപ്പെട്ടിരിക്കുന്നുള്ള വലിയ വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് സ്വന്തം. ഇനി ഞങ്ങളെ ഈ ഫേസ്ബുക്കിലൂടെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരും ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ 2ാം വരവിൽ എടുക്കപ്പെടുന്ന ദിവസം അധികം താമസമില്ല സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കുമാറാകണമേ. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ സ്നേഹമേഖലാതനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധരുമായിട്ട് സംബന്ധം സഹവാസം കൂട്ടായ്മ പ്രാർത്ഥിച്ച വിഷയങ്ങൾ വിട്ടു വിഷയങ്ങൾ എല്ലാറ്റിന്മേലും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ പകൽക്കാലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം.